ഇന്ത്യാനയിലെ ഇന്ത്യാനാപോലിസിൽ ഒത്തുകൂടിയ 15,000-ലധികം കൗമാരക്കാരുമായി ലയോ 14 പാപ്പ ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തി. യേശുക്രിസ്തുവുമായുള്ള സൗഹൃദത്തിൽ വളരാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സാങ്കേതികവിദ്യ ആരോഗ്യകരമായി ഉപയോഗിക്കുവാനും സഭയെക്കുറിച്ച് സംസാരിക്കാൻ രാഷ്ട്രീയ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും യുവ കത്തോലിക്കരെ ക്ഷണിക്കുന്നതായും പാപ്പ പറഞ്ഞു. കാറ്റി പ്രിജാൻ മോഡറേറ്ററായ പരിപാടിയിൽ 6 യുവ കത്തോലിക്കർ കൂദാശകൾ, മാനസികാരോഗ്യം, AI, സഭയുടെ ഭാവി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുവാൻ പാപ്പയോട് ആവശ്യപ്പെട്ടു. പ്രാരംഭ പ്രസംഗത്തിൽ നേരിട്ട് കണ്ടുമുട്ടുവാൻ സമയം കണ്ടെത്തിയതിന് അമേരിക്കൻ യുവാക്കളെ പാപ്പ പ്രശംസിക്കുകയും അവരുടെ ഇടവക സമൂഹങ്ങളിൽ സജീവ അംഗങ്ങളാകാൻ യുവജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ കരുണ യാചിക്കുന്നതിലും കുമ്പസാരത്തിൽ ദൈവം നമ്മോട് യഥാർത്ഥത്തിൽ ക്ഷമിക്കുന്നുവെന്ന് അംഗീകരിക്കുന്നതിലും എല്ലാവരും ബുദ്ധിമുട്ടുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. പാപത്തിന് ഒരിക്കലും അവസാന വാക്കില്ല എന്നും നാം ദൈവത്തിന്റെ കരുണ ചോദിക്കുമ്പോഴെല്ലാം അവൻ നമ്മോട് ക്ഷമിക്കുന്നുവെന്നും ദൈവം ഒരിക്കലും ക്ഷമിക്കുന്നതിൽ മടുക്കുന്നില്ല, നമുക്ക് ചോദിക്കുന്നതിൽ മടുക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകളെ പാപ്പ ഉദ്ധരിച്ചു. AI സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ AI ഉപയോഗം യഥാർത്ഥ മാനവിക വളർച്ചയെ പരിമിതപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നാളെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അപ്രത്യക്ഷമായാലും സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന വിധത്തിൽ അത് ഉപയോഗിക്കണമെന്നും ലോകത്തിൽ ഓരോരുത്തരുടെയും അനന്യതയ്ക്ക് AI ഒരിക്കലും പകരമാകില്ലെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. ഹോംവർക്ക് ചെയ്യുവാൻ AI ഉപയോഗിക്കരുതെന്നും പാപ്പ യുവജനങ്ങളോടായി പറഞ്ഞു. സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി നരകത്തിന്റെ കവാടങ്ങൾ സഭയെ ജയിക്കില്ല എന്ന് യേശു പത്രോസിന് നൽകിയ വാഗ്ദാനം പാപ്പ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങൾ സഭയുടെ ഭാവി മാത്രമല്ല വർത്തമാനകാലവുമാണെന്ന് പറഞ്ഞ പാപ്പ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെയും വിശ്വാസം വളരാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.